ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നടപ്പാതയിലൂടെ കുടിവെള്ള പൈപ്പ് ഇടുന്നതിനെ ചൊല്ലി വീണ്ടും തർക്കം. സ്ഥലം സന്ദർശിച്ച കുട്ടനാട് എംഎൽഎയുടെ സാന്നിധ്യത്തിൽ നാട്ടുകാരും ഉദ്യോഗസ്ഥരും തമ്മിലാണ് തർക്കമുണ്ടായത്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കരാർ കമ്പനി നടത്തുന്നത് എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. മാമ്പുഴക്കരിക്കും രാമങ്കരിക്കുമിടയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നടപ്പാതയ്ക്ക് മുകളിലൂടെ ശുദ്ധജല വിതരണത്തിനായി വലിയ പൈപ്പ് സ്ഥാപിക്കുന്നതാണ് പ്രതിഷേധത്തിനിടയാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നു. കഴിഞ്ഞ ദിവസം എംഎൽഎയും ഉദ്യോഗസ്ഥരും നാട്ടുകാർ വീണ്ടും പ്രതിഷേധിച്ചത്. AC റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം അശാസ്ത്രീയ നിർമ്മാണമാണെന്നാണ് ആരോപണം. ഗവൺമെന്റിന്റെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നല്ല നിലയിലുള്ള വർക്കാണ് AC റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റോഡിന്റെ വീതി കുറഞ്ഞു പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് പരക്കെയുള്ള ആശങ്ക ഉയർന്നു വരുന്നു. അപ്പോൾ തന്നെ ഇവിടെ ദിനം പ്രതി അപകടങ്ങൾ വർദ്ധിച്ചു വരും. അതൊക്കെ കണ്ടിൽ നിന്ന് നടിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ ഈ വലിയ പൈപ്പ്, കൂറ്റൻ പൈപ്പ് ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് ശുദ്ധജലം എത്തിക്കാനുള്ള പരിപാടി ആവിഷ്കരിക്കുന്നു. ശുദ്ധജലം എത്തിക്കുന്നതിന് ഒരിക്കലും ഒരു സംഘടനയും എതിരല്ല. ശുദ്ധജലം എത്തിക്കുന്നതോടൊപ്പം തന്നെ പൈപ്പ് ഇടുന്നതിലൂടെ ജനങ്ങളെ ആകെ ദുരിതത്തിലാകുന്ന രീതിയിലേക്കാണ് ആ വലിയ കൂറ്റൻ പൈപ്പ് കൊണ്ടുവരുന്നത്. അതിന്റെ ആ പൈപ്പിന്റെ വലിപ്പം കുറയ്ക്കുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഇത് സ്ഥാപിച്ച് ജനങ്ങളെ സംരക്ഷിക്കണമെന്നാണ് നമ്മളുടെ ആവശ്യം. കുടിവെള്ളത്തിനായി പൈപ്പുകൾ ഇടുന്നതിന് എതിരല്ല. എന്നാൽ നടപ്പാതയിലൂടെ പൈപ്പിട്ടാൽ ആളുകൾ റോഡിലേക്ക് ഇറങ്ങി നടക്കുകയും ഇത് അപകടത്തിനിടയാക്കുകയും ചെയ്യുമെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഇതിനേക്കാളും ചെറിയ പൈപ്പിട്ട് പോകുന്ന നിലയിലുള്ള ഡെക്കുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഡെക്കുകളിലൂടെ ഈ വലിയ പൈപ്പ് പോകത്തില്ല എന്നുള്ളത് കൊണ്ട് അവരിപ്പോ ഇതിന്റെ മുകളിലൂടെ പണിത്ത ഫുട്പാത്തിന്റെ മുകളിലൂടെയും ഈ മരങ്ങൾ മുറിച്ചത് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയപ്പോൾ ആൾക്കാർ അതിനെതിരെ ശക്തമായ പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നു. നമ്മുടെ ഇപ്പൊ MLA പറഞ്ഞതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഡെക്കുകൾ ചെറുതായി പോയതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ വലിയ ഡെക്കുകൾ ഉണ്ടാക്കി അതിനകത്തുകൂടെ ഈ പൈപ്പ് പോകണം എന്നുള്ളതാണ് നാട്ടുകാരുടെയും ജനങ്ങളുടെയും ഒക്കെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയി. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് തോമസ് കെ തോമസ് MLA കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. AC റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിർമ്മാണം പൂർത്തിയാവും മുൻപേ തന്നെ അപകടങ്ങളും അപകട മരണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. ഫ്ളൈ ഓവറുകളിലെ ടാറിംഗ് പൂർത്തിയാകാത്തതും ചിലയിടങ്ങളിൽ അപ്രോച്ച് റോഡുകൾ താഴുന്നതും പ്രതിസന്ധിയാകുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.